രാജ്യത്തിന്റെ സൈനിക തന്ത്രങ്ങൾ മെനയുകയും നടപ്പാക്കുകയും ചെയ്യുന്ന 4 പേർ. അവർക്ക് എന്താണ് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കാര്യമെന്നല്ലേ? കണ്ടുവരാം. ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായർ, മേജർ ജനറൽമാരായ വിനോദ് ടി മാത്യു, ഹരി ബി പിള്ള, എയർ വൈസ് മാർഷൽ കെ വി സുരേന്ദ്രൻ നായർ ഇവരാണ് പഴയ കുട്ടികളായി ക്ലാസ് റൂമിലേക്ക് എത്തിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. 1978 ജൂണിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായി കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ചേർന്ന ഇവർ 1985 പഠനം പൂർത്തിയാക്കി. പിന്നെ നേരെ പോയത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നിർണായക പങ്കുവഹിച്ച കരസേനയുടെ ഉത്തര കമാൻഡ് മേധാവിയാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ വിജയ് നായർ. ഉധംപൂരാണ് പ്രവർത്തന കേന്ദ്രം. കശ്മീരിലും നിയന്ത്രണ രേഖയിലും ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഏറെക്കാലം നേതൃത്വം നൽകിയ ആളാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇതേമാതിരി OBAന് ഇവിടെ വരും. ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്യും, സ്കൂളിലുള്ള ചേഞ്ചസ് ഡെവലപ്മെന്റ്സ് കാണും. ആൻഡ് ഇറ്റ് മേക്സ് us really proud to see how our school is growing day by day and how they are becoming good citizens. So it is not only that we want them to join the army, we just want them to become good citizens. കരസേനയിൽ കർണാടക കേരള സബ് ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആയി പ്രവർത്തിക്കുകയാണ് മേജർ ജനറൽ വിനോദ് മാത്യു. വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചത് ഈ ഉദ്യോഗസ്ഥനാണ്. ബെയിലി പാലം നിർമ്മിച്ചതും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ. സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്ന ബംഗളൂരു മേഖല റിക്രൂട്ടിംഗ് സോൺ അഡീഷണൽ ഡയറക്ടർ ജനറലായി പ്രവർത്തിക്കുകയാണ് മേജർ ജനറൽ ഹരി പിള്ള. ഇദ്ദേഹവും കശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ്. രാജ്യത്തെ മികച്ച ഫൈറ്റർ പൈലറ്റുകളിൽ ഒരാളാണ് എയർ വൈസ് മാർഷൽ സുരേന്ദ്രൻ നായർ. MiG-21, MiG-29, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ദീർഘനേരം പറത്തിയ പരിചയമുള്ള പൈലറ്റ്. ഫൈറ്റർ സ്ക്വാഡ്രൺ കമാൻഡറായി പ്രവർത്തിച്ച് പരിചയമുള്ള ഇദ്ദേഹം വ്യോമസേനയുടെ നിരീക്ഷണ യൂണിറ്റിന്റെയും 2 വലിയ യുദ്ധ പരിശീലന കേന്ദ്രങ്ങളുടെയും തലവന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഊട്ടി വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിലെ ചീഫ് ഇൻസ്ട്രക്ടറാണ്. Sainik School was a great place for studies and getting to know friends, making good friends, and learning from our masters, teachers. They were our examples that we followed. സൈനിക സ്കൂളിൽ പഠിച്ച വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിനെത്തി കൂട്ടുകാരെ കണ്ടു മടങ്ങി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.